കാലത്ത് തന്നെ കോതമംഗലത്ത് നിന്ന് വരുന്ന KSRTC ബസ്സിൽ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. നേരെ വേറെ ഒന്നും ആലോചിച്ചില്ല, പൂരപ്പറമ്പിലേക്ക് റൗണ്ടിലേക്ക് നടക്കുകയാണ്. 4 ദിവസം കഴിഞ്ഞാൽ, അതായത് ചൊവ്വാഴ്ച ഈ സമയത്ത് പൂരം മേളങ്ങളും തകർക്കുമായിരിക്കും. ഈ പ്രാവശ്യം ഒരു പക്ഷേ എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല, എനിക്കിന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ഏതായാലും 2 ദിവസം മുമ്പ് തന്നെ വന്ന്, ഏതായാലും കഴിഞ്ഞ ബുധനാഴ്ച തൃശ്ശൂർ പൂരം കൊടികേറിയിട്ടുണ്ട്. ആ ഒരുക്കങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് പോകാം എന്ന് കരുതി ഞാൻ വന്നപ്പോഴാണ് ഈ റോഡ് ഇതേ രീതിയിൽ മനോഹരമായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു, ചെറിയ രീതിയിൽ വീതി കൂട്ടിയിരിക്കുന്നു. ഈ ഒരു കുറുപ്പൻ റോഡിൻ്റെ പ്രത്യേകത, ഞാൻ 1990 ഇവിടെ വരുമ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡും തൊട്ട് ചേർന്നുള്ള കടകൾ, ഏതായാലും ആ കടകളൊക്കെ ഇപ്പോൾ കുറച്ച് പുറകോട്ട് ഇറക്കി വയ്ക്കുമോ അല്ലെങ്കിൽ ചിലതൊക്കെ ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കുറച്ചുകൂടി വീതി കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടി സൗകര്യങ്ങളായിട്ടുണ്ട്. അന്നൊക്കെ ഈ റോഡിൽ കൂടെയായിരുന്നു, അന്നും വൺ വേ ആണ് ഈ റോഡ്. ഈ റോഡിൽ കൂടെയായിരുന്നു എല്ലാ സൈഡിലേക്കുമുള്ള KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും എല്ലാ ബസ്സുകളും പോയിക്കൊണ്ടിരുന്നത്. അതായത് കോട്ടയം സൈഡിലേക്കുള്ള ആണെങ്കിലും റൗണ്ട് ചെയ്തിട്ടാണ് ബസ്സുകൾ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പാലക്കാട് സൈഡിലേക്കും കോഴിക്കോട് സൈഡിലേക്കും ഉള്ള എല്ലാ KSRTC ബസ്സുകളും ഒക്കെ തന്നെ ഇതിലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ വേറൊരു കാര്യമുണ്ട്, അന്ന് ഇത്രയും തിരക്കുകൾ ഇല്ല. ഏതായാലും ഞാൻ ആ റൗണ്ടിലേക്ക് എത്തുമ്പോൾ ആ മനോഹരമായിട്ടുള്ള നിലപ്പന്തൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആ നിലപ്പന്തലിൻ്റെ പണികൾ അവസാനം മെഴുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ റൗണ്ടിലേക്കും ചെല്ലുമ്പോഴും അവിടെ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 35 വർഷത്തെ ഒരു ഓർമ്മകളാണ് എനിക്ക് തൃശ്ശൂർ നഗരമായിട്ടുള്ളത്. ശരിക്കും ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ഇത്രയും ക്ലോസ് ആയിട്ട് തൃശ്ശൂർ നഗരത്തെ അറിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടുത്തൊരു കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻ്ററുണ്ട്. അവിടെ JDC വിദ്യാർത്ഥിയായിട്ട് ഞാൻ വന്ന് ചേരുകയും അങ്ങോട്ട് പോകുന്നതിനുമൊക്കെ അത് അയ്യന്തോളിലാണ്. അയ്യന്തോളിലേക്കുള്ള ബസ്സുകളൊക്കെ ഈ ഒരു വഴിയിലൂടെയാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വേറെ വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. റൗണ്ടിലേക്ക് വളരെ കുറച്ച് ബസ്സുകൾ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. ഭഗവാൻ വടക്കുംനാഥൻ്റെ പടിഞ്ഞാറേ നടയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. നടുവിലാൽ നായ്ക്കനാൽ എന്നറിയപ്പെടുന്ന പടിഞ്ഞാറേ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും അതിമനോഹരമായിട്ടുള്ള നിലപ്പന്തൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ചൊവ്വാഴ്ച ഈ സമയത്ത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് നടക്കുന്ന സമയമായിരിക്കും. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ മഠത്തിൽ വരവ് കാണാൻ വളരെ ലൈവായിട്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഭഗവാന്റെ മുമ്പിലൊന്ന് ചെന്നേച്ച് പോരാം എന്നുള്ള കണക്കൂട്ടിൽ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് ആ നിലപ്പന്തലിൻ്റെ സൈഡിലൂടെ പടിഞ്ഞാറേ നടുക്കിലേക്കുള്ള വഴിയിലൂടെ ഞാൻ പ്രദക്ഷിണ വഴിയിലേക്ക് നടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞാൻ അത് ക്രോസ് ചെയ്ത് ഭഗവാന്റെ ആ പ്രദക്ഷിണ വഴിയിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. നമുക്ക് ഈ തൃശ്ശൂർ വരുമ്പോൾ ഈ ഒരു നടുവിലാലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു പ്രത്യേക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ്. പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ എന്ത് അവസ്ഥയിലാണ് എന്ന് വരെ ശരിക്കും പറയാൻ പറ്റില്ലാത്ത അത്ര സുഖകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഈ ഒരു ഗോപുരവും അതൊക്കെ കാണുമ്പോഴത്തേക്കും. ഏതായാലും ഞാൻ അതിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് വടക്കുംനാഥൻ്റെ പടിഞ്ഞാറേ നട. അപ്പോൾ 4 ചുറ്റും ഇതേപോലെ തന്നെ ഗോപുരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ഞാൻ കാലത്ത് ഏകദേശം 5 മണിയോടെ ഞാൻ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് കയറി തൊഴുന്നതിനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പൂരത്തിൻ്റെ അവസാന ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു നടക്കിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു
സന്തോഷം, ഒരു കോൺഫിഡൻസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏതായാലും ഒരു സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ആർക്കൊക്കെ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഞാൻ ഏതായാലും കുറച്ച് നേരം വലത്തോട്ട് മാറിയപ്പോഴത്തേക്കും അവിടെ പന്തൽ ഒരുങ്ങുന്നു. 2 or 3 ചെറുപൂരങ്ങളുടെ മേളങ്ങളും എഴുന്നള്ളിപ്പൊക്കെ ഈ ഒരു പന്തലിലായിരിക്കും നടക്കുക. ലാലൂര് കാരമുക്കൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന ആ ഒരു സ്ഥലത്തെ കാഴ്ചകളിലേക്കാണ്. അവിടെ പൂരത്തിലുള്ള ഒരുക്കങ്ങളുടെ തകൃതിയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ബാരിക്കേഡുകളൊക്കെ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് കിട്ടി. ആൾക്കാരെ നിയന്ത്രിക്കുന്നതല്ല, ഭയങ്കര ജനമായിരിക്കും. കഴിഞ്ഞ 2 വർഷങ്ങൾ ഞാൻ വന്നപ്പോഴും വളരെയധികം, കാരണം ഞാൻ അതിന് മുമ്പ് വരുമ്പോൾ ഉള്ളതിനേക്കാളുമൊക്കെ വളരെയധികം ജനം. ഞാൻ എലിഞ്ഞിത്രമേളമൊക്കെ ഒന്ന് കാണാൻ പോയിട്ട് വളരെയേറെ വിഷമിച്ചാണ് ആ മേളത്തിൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടത് തന്നെ. ഇതിലിങ്ങനെ നടക്കുമ്പോൾ ഞാൻ വീണ്ടും ആ പഴയ 19 വയസ്സുകാരനാവാണ്. ശരിക്കും ആ പഴയ ഓർമ്മകൾ ഇതിലേക്ക് നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഈ സമയത്തൊക്കെ നല്ല ചീട്ടുകളിയായിരിക്കും. അന്ന് ഇതുപോലെ ആയിരുന്നില്ല, കുറേ കൂടി ഇവിടെ തണൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒരുപക്ഷെ പൂരമായതുകൊണ്ടാവാം ശരിക്കും ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം കുറേ കാര്യങ്ങൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അതേപോലെ തന്നെ ഈ സമയത്തൊക്കെ ചീട്ടുകളിയായിരിക്കും. ഇവിടെ വട്ടം കൂടിയിരുന്ന് എത്രയോ സംഘങ്ങൾ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത്. വെറുതെ തമാശയ്ക്ക് ചുമ്മാ നേരം പോക്കിന് വേണ്ടി വയസ്സായവരും അതിൻ്റെ കൂടെ ചെറുപ്പക്കാരും എല്ലാവരും ഒരു 12 മണിയോടുകൂടി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പരിപാടി തുടങ്ങും. വളരെ വാശിയാണ്, പക്ഷേ കളിക്ക് എന്താ 112 അങ്ങനെ എന്തോ മറ്റൊരു കളിയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ശക്തൻ തമ്പുരാനാണ് ഇന്നത്തെ രീതിയിൽ തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തിയത്. 200 വർഷത്തോളം പഴക്കമുള്ളതാണ്. അതേപോലെ തന്നെ കുറേ ഏകദേശം 8 ചെറുപൂരങ്ങളും പിന്നെ വടക്കുംനാഥൻ ഇതിൽ സാക്ഷി മാത്രമാണ്. പാറമേക്കാവും തിരുവമ്പാടിയുമാണ് മെയിനായിട്ടുള്ള പൂരം നടത്തുന്നത്. ഞാനങ്ങനെ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തെക്കേ ഗോപുരവാതിക്കലേക്ക് എത്തുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ പക്ഷേ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയായിരിക്കും ഈ ഒരു ഗോപുരവാതിൽ തുറന്നാണ് നമ്മുടെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ പൂര വിളംബരവുമായിട്ട് എത്തുക. അന്നാണ് വർഷത്തിലാദ്യമായിട്ട് ഈ തെക്കേ ഗോപുരം തുറക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തെക്കോട്ടിറക്കം. ആദ്യം എലിഞ്ഞിത്രമേളം കഴിഞ്ഞ് പാറമേക്കാവും, അതിൻ്റെ പിന്നാലെ മടത്തിൽ വരവൊക്കെ കഴിഞ്ഞ് ആ മേളങ്ങളും കഴിഞ്ഞ് തിരുവമ്പാടിയും വരികയും പാറമേക്കാവ് ഈ റോഡിൽ ഇവിടെ ആ 15 ആനകൾ പാറമേക്കാവിൻ്റെ സ്ഥലം പിടിക്കുകയും നേരെ ബോർഡിൽ തിരുവമ്പാടിയുടെയും 15 ആനകൾ മുഖാമുഖം നിന്നുകൊണ്ട്, അതായത് 30 ആനകൾ ഒരേ സമയം ഒരു 100-300 മീറ്ററിൻ്റെ വ്യത്യാസത്തിൽ മുഖാമുഖം നിന്നുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കാഴ്ച എത്രയോ പ്രാവശ്യം ഞാനത് കണ്ടിരിക്കുന്നു. 10-20 പ്രാവശ്യം ഞാൻ ഈ പൂരത്തിന് വന്നിട്ടുണ്ട്. എന്നാലും അതൊക്കെ ലൈവായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വയ്ക്കുന്നതിൻ്റെ മീഡിയയ്ക്ക് അവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ കെട്ടിക്കൊടുത്ത് അതിൻ്റെ മുകളിൽ നിന്നാണ് അവർ അത് കൃത്യമായിട്ട് ഒപ്പിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് വീണ്ടും കിഴക്കേ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കിഴക്കേ ഗോപുരത്തിൻ്റെ പ്രത്യേകത, അതും ഈ പറഞ്ഞ പോലെ പൂര ദിവസം പാറമേക്കാവ് എലിഞ്ഞിത്ര മാളത്തിനായിട്ട് കയറി വരുന്നത് കിഴക്കേ ഗോപുരത്തിലാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമുക്കൊരു മിസ്സിങ് ഇവിടെ ഒരു കൊന്ന പൂത്ത് വെക്കുന്നുണ്ടോ, മേട മാസത്തിലെ വിഷുവും കഴിഞ്ഞ് വീണ്ടും നോക്കിയിരിക്കുകയാണ് പൂരം വരുന്നതിന് വേണ്ടിയിട്ട് കൊന്നപ്പൂക്കളൊക്കെ. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ എത്രയോ സംഘം ചീട്ട് കളിക്കാരുണ്ടായിരുന്നു പറയാം. ഇപ്പോഴും വീണ്ടും ഞാനിതിൽ നടക്കുമ്പോൾ നമുക്കൊരു മിസ്സാവുന്ന കാര്യമാണ്. ശരിക്കും അതൊരു മിസ്സിങ് ആണ്. ഇപ്പോൾ അവിടെയൊക്കെ വണ്ടികളൊക്കെ കുറേ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക്
അതുപോലെ ഈ ഒരു സ്ഥലത്താണ് പാറമേക്കാവിൻ്റെ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. അവൻ്റെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലം ഇതേപോലെ തന്നെ അങ്ങേ സൈഡിലുണ്ട്. അത് തിരുവമ്പാടിയുടേതാണ്. അപ്പോൾ ഞാനിങ്ങനെ കിഴക്കേ ഗോപുരത്തിൻ്റെ കാഴ്ചകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് കിഴക്കേ ഗോപുരം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാറമേക്കാവിൻ്റെ പൂരം ഇതിലെയാണ് നടക്കുന്ന ക്ഷേത്രമുറ്റത്തേക്ക് കയറുന്നത്. ഇവിടെ തന്നെ കുറേ പൂരം എക്സിബിഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ്. ഏതായാലും ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ പൂരത്തിൻ്റെ കുറേ കാഴ്ചകളുമുണ്ട്. പൂരത്തിൻ്റെ സമയങ്ങളുടെ കാഴ്ചകളുണ്ടാവും. ഏതായാലും ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കിയില്ല. അപ്പോൾ ഈ കാണുന്ന മനോഹരമായ ക്ഷേത്രമാണ് പാറമേക്കാവ്. അടുത്ത ചൊവ്വാഴ്ച ഈ സമയത്തൊക്കെ ഇവിടെ മേളം കൊട്ടിത്തിമിർക്കുകയായിരിക്കും. ഈ പ്രദേശത്ത് ഈ റോഡിലൊന്നും ആ സമയത്ത് നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ആ മേളം കാണണമെങ്കിൽ തന്നെ അതിൻ്റെ അടുത്ത് പോയി കാണണമെങ്കിൽ തന്നെ അതായത് മണ്ണ് വാരിയിട്ടാൽ നിലത്ത് വീഴില്ലാത്ത രീതിയിലായിരിക്കും ആ സമയത്ത് അവിടുത്തെ ജനം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നടക്കുക. അപ്പോൾ ഈ അണ്ടർപാസ് വഴി ഞാൻ കയറുവാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ആ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും ചിന്തിക്കുന്നത്, ഈ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഇവിടെ നല്ല തണലായിരിക്കും കുറച്ചോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് തെക്കേ നടക്ക് ചെന്ന് ഇതേപോലെ അണ്ടർപാസ് അവിടെയുണ്ട്, അത് ക്രോസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് ഞാൻ തിരിഞ്ഞതാണ് ശരിക്കും ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഏതായാലും ക്രോസ് ചെയ്യുന്നില്ല. തിരിച്ച് ഞാൻ നേരെ തന്നെ അതേ വഴി മൂടിലേക്ക് കയറി ആ സൈഡിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ അവിടെ മരത്തിൻ്റെയൊക്കെ നല്ല തണലാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ജനറൽ ആശുപത്രിയുടെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഞാൻ പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് ഈ പ്രദക്ഷിണ വഴിയിലൂടെ ആ ഓർമ്മകളുടെ മുഴുകി ഇങ്ങനെ നടക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് എത്ര വാഹനങ്ങളാണ് അതിൽ പോകണമെന്നറിയാം. അതിൻ്റെ ഒപ്പം ഞാൻ